ഗൈസ്, നമ്മുടെ വണ്ടിയുടെ അടുത്തൊരു ട്രിപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്നും 7:30-ക്കാണ് ജസ്റ്റിനെ പിക്കപ്പ് ചെയ്യേണ്ടത്. അവരെ പിക്കപ്പ് ചെയ്തിട്ട് നേരെ മൂന്നാറിലേക്ക്. അപ്പോൾ ഇന്ന് അവരുടെ ട്രിപ്പ് വരുന്നത് മൊത്തം 6 ദിവസമാണ്. 2 ദിവസം അവർക്ക് മൂന്നാർ 2 ദിവസത്തെ, പിന്നെ ഒരു ദിവസം തേക്കടിയിൽ, പിന്നെ ഒരു ദിവസം വർക്കലയിൽ, പിന്നെ 5-ാമത്തെ രാത്രി ആലപ്പുഴയിൽ, പിന്നെ 6-ാമത്തെ പകൽ കൊച്ചിയിലുള്ള സ്ഥലവും കാണിച്ച് കൊച്ചി എയർപോർട്ടിൽ അവരെ ഡ്രോപ്പ് ചെയ്യും. അതാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ ഗസ്റ്റ് വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു അവരെ. രാവിലെ 7:30 ആകുമ്പോൾ ടെർമിനൽ 1-ൽ ഡൽഹിയിൽ നിന്ന് വരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റാണ് അവർ വരുന്നത്. അപ്പം ഞാനിപ്പോൾ സമയം ഏകദേശം 4:25 ആകുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആതിരപ്പള്ളിയും കഴിഞ്ഞ് ആലക്കല്ലും കഴിഞ്ഞ് ഏകദേശം കാളകെട്ടിയായിട്ടുണ്ട്. കാളകെട്ടി ആവുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി പോകുന്ന വഴിക്ക് അവരെ ചീയാപ്പാറ വെള്ളച്ചാട്ടം, പാറ വെള്ളച്ചാട്ടം, പിന്നെ സ്പൈസ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, മൂന്നാറിലേക്ക് പോകുന്നവർക്ക് ഒട്ടനവധി ആയുർവേദിക് ഗാർഡനുകളുണ്ട്. അവിടെ ഇങ്ങനെ ആയുർവേദിക്കിൻ്റെ വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും, നമ്മുടെ കേരളത്തിൻ്റെ തനതായ ചെടികൾ, മരുന്നുകളുണ്ടാക്കുന്ന വൃക്ഷങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ച് അവർ ക്ലാസ് കൊടുക്കും. പിന്നെ അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള മസാലകൾ, ആയുർവേദിക് മെഡിസിനുകൾ, അതൊക്കെ അവർ വാങ്ങാം. അതാണ് നമ്മളിപ്പോൾ കയറുന്ന പെരിയ സ്പൈസസ്, ഗ്രീൻ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ സ്പൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഹോട്ടലിലാണ്. ഇന്ന് അവർക്ക് ഹോട്ടല് മൂന്നാറിലെ ഗോൾഡൻ പാലസ് എന്ന പിന്നെ തേക്കടിയിലെ കീസ് ഹോട്ടലാണ്. പിന്നെ വർക്കലയിൽ ബ്ലാക്ക് ബീച്ചാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ടും ഹൗസ് ബോട്ടാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ. ഞാനിപ്പോൾ ഗസ്റ്റിനെ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏകദേശം ഒരു എയർപോർട്ടിൽ 7:30-ക്ക് മുമ്പായിട്ട് എത്തണം. പിന്നെ രാത്രി പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യൂണിഫോം ഷർട്ടും പാൻറ്റും ധരിച്ചിട്ടില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ അവിടെ എത്തിയിട്ട് വേണം